ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക, കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറന്നു പോകല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രണ്ടാളും കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് തിരക്ക് പിടിച്ചൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് റഫീഖ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പോയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുണ്ടാക്കണം. പിന്നെ റഫീഖ കൊണ്ടുപോകാൻ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണം. അങ്ങനത്തെ കുറച്ച് കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഇല്ല, ഞാൻ മുന്നേ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ റഫീഖ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. കേട്ടോ ഇനി എത്ര വേണോ? ചെറുതായിട്ട് നമ്മൾ കട്ടാക്കി എടുക്കൂലേ. അപ്പം ചില ആണുങ്ങൾ കിച്ചണിലേക്ക് കയറിയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇരട്ടിപ്പണിയാക്കും, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് തന്നാൽ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലരൊക്കെ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. റഫീഖ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തന്നാൽ അതിൻ്റെ ആ ഒരു ക്ലീനിങ് പരിപാടിയും കൂടെ അങ്ങോട്ട് ഏറ്റെടുക്കും കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ അവിടെ അങ്ങനത്തെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ക്ലീൻ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അത് ക്ലീൻ ചെയ്യും. അത് വലിയൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു. ഇനി അത് ഞാൻ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. കുറച്ച് മല്ലിയിലേക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയണൈസ് ഞാൻ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. കുറച്ച് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളൊരു ഫ്രീസറിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എഗ്ഗ് വെച്ചിട്ടുള്ള മയണൈസാണ് ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് അത് തന്നെയായിരിക്കും. അപ്പോൾ അതെടുത്തു. ഇനി അതൊക്കെ ഒന്ന് വേഗം ഒന്ന് മിക്സ് ആക്കട്ടെ. ഇത് ഇനി കട്ടിങ് തന്നെയായിട്ട് കാര്യമായിട്ട് ഉള്ള പണിയുള്ളത് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനാട്ടോ. പിന്നെ മയണൈസ് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ ചേർക്കുന്നില്ല, ചിക്കൻ കയ്യിലുണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ല സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു എന്ന്. നെക്സ്റ്റ് പോയിട്ട് എഗ്ഗ്, പിന്നെ എന്താ പറയുക, വെജിറ്റബിൾസ്, ബ്രെഡ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ്റെ കാര്യം ഞങ്ങൾ രണ്ടാളും മറന്നുപോയിട്ടോ. പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കുറേ ആയി, എനിക്കൊന്ന് 1-2 വർഷമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൽ ചേർക്കേണ്ടതൊക്കെ മറന്നുപോയിട്ടോ. ചിക്കൻ ചേർക്കും എന്നുള്ളത് രണ്ടാൾക്കും ഓർമ്മ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സമയമായപ്പോൾ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഈ ഒരു സമയമല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് നോക്കിയിട്ട്, കാരണം മയണൈസിൽ നമ്മൾ ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തത്. എനിക്ക് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ മയണൈസ് ചേർത്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ വേണം നമ്മൾ വെജിറ്റബിൾസിലേക്ക് മയണൈസൊക്കെ മിക്സ് ആക്കാൻ. അത് മിക്സ് ആക്കിയിട്ട് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ആ വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം ഇറങ്ങി വരില്ലേ, ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ ഇതിലേക്ക് എന്താ പറയുക, ചിക്കൻ ഇട്ടിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ റഫീഖാനോട് പറയാൻ പോയില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ അത് ചിക്കൻ ഇട്ടാലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്ത അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ടൊരു ടെൻഷനായിരിക്കും പിന്നെ കുറച്ച് സമയത്തിന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പറയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് ചിക്കൻ ഇട്ടിട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾസ് മാത്രമായിട്ടും ചിക്കൻ ഇടാണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എങ്ങനെയായാലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തായാലും ചിക്കൻ ഇടുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളങ്ങ് വിട്ടുപോയി എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതാ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക 2 പീസ് ബ്രെഡിലോട്ടാ. ഇതിന് നിങ്ങൾ സാധാ മിൽക്ക് ബ്രെഡൊന്നും യൂസ് ചെയ്യാതെ
സാധാ ബ്രെഡിൽ നോർമൽ ബ്രെഡ്, ആ ബ്രെഡ് ഫ്രഷ് ബ്രെഡ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് സോഫ്റ്റ് ബ്രെഡ് അങ്ങനത്തെ വലിയ ബ്രെഡ് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, നോർമൽ ബ്രെഡ്. അപ്പോൾ ഇതാ മസാലയൊക്കെ സെറ്റ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. മറ്റേ ആ ഒരു പീസ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടും കൂടെ എടുക്കണം, അങ്ങനെ തന്നെ. പിന്നെ ഈ ഒരു മയണൈസിൽ ഞാനിത് വാങ്ങിച്ച മയണൈസാട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മധുരം ആ ഒരു പുളിപ്പൊക്കെ ഞാൻ കറക്റ്റാക്കിയിട്ടാണ് എടുക്കുക. ഇത് വാങ്ങിയതിൽ കുറച്ച് പുളിപ്പ് കൂടുതലുണ്ട്, അതുകൊണ്ട്. പക്ഷേ ഈ ഒരു സ്നാക്സിന് അത് രസമാണ്, ടേസ്റ്റാണ്. പക്ഷേ റഫീഖാക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എന്നോട് പറയായിരുന്നു കുറച്ച് പഞ്ചസാര ഇടും കേട്ടോ, ആ പുളിപ്പ് വേണ്ട എന്ന് പറയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയിട്ടാണ് ടേസ്റ്റ് സ്പ്രെഡ് പിന്നെ ആക്കിയിട്ടെടുത്തത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയെല്ലാം കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 18ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് അവരൊരു 10-10:30 ഒരു 11 മണീൻ്റെ ഉള്ളിലൊരു ചായ കുടിക്കുക, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, നമ്മളെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. സാധാരണ അവരവിടെ നിന്ന് പുറത്തുനിന്ന് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുക, അങ്ങനെയാണ് എന്നോട് പറയൽ. അപ്പോൾ നമ്മളെ സ്നാക്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടും കൂടെ എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും കഴിക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നമുക്ക് ഉണ്ടാക്കണം. ഈ ഒരു 8-8:30 ആകുമ്പോൾ റഫീക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കെല്ലാം ചെയ്ത് തീർക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവില്ലേ, അതിവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് എളുപ്പമാവുമല്ലോ. പിന്നെ റഫീക്ക എന്താണോ രാവിലെ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. ഇപ്പം അധികവും ലഞ്ചിനും കൊണ്ടുപോകുക, ചോറ് വേണ്ടാന്ന് പറയും, ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറയും കേട്ടോ. പിന്നെ ഞാൻ റെസിപ്പിയൊക്കെ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ചോറ് കൊണ്ടുപോകുക കേട്ടോ. അല്ലാത്ത സമയത്ത് രാവിലെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അധിക ദിവസം കൊണ്ടുപോകാൻ നമ്മളെ റാഗി ദോശയല്ലേ, അതാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ അധികം കഴിക്കൂലല്ലോ, പാകത്തിനല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ വെയിറ്റ് കൂടൂല, അങ്ങനെയൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ കേട്ടോ. അങ്ങനെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോകുക. അപ്പോൾ അതും എനിക്ക് മസ്റ്റായിട്ടും വേഗം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നോക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കല്ലിലിട്ടിട്ട് അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയിലിടയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഞാൻ റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യുകയല്ല, അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ബ്രെഡ് ആക്കി എടുത്തതും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും അതൊക്കെ പുറകിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. കാര്യം ഇത് ഇന്നിപ്പോൾ എനിക്ക് എന്നും നമ്മൾ ഒരുപോലെ ആവില്ലല്ലോ. ഇന്നെനിക്ക് ഇതിൻ്റെ കൂടെ ക്ലീനിങ്ങിനോ അങ്ങനത്തേനൊന്നും സമയമില്ല കേട്ടോ. ഇത് വേഗം ആക്കിയിട്ട് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ അത് ഫസ്റ്റിൽ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇത്ര താഴെ ഭാഗം ഒന്ന് എഗ്ഗ് പൊട്ടിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് മൈദ, ഒരു 3-4 ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളം അങ്ങ് എഗ്ഗിലേക്ക് ആക്കി കൊടുക്കരുത്, കുറച്ച് ഒരു 1/4 കപ്പെല്ലാം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക കുറച്ച്. എന്നിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ബ്രെഡ് ഇപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തുള്ളത്. നിങ്ങൾക്കിത് നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ, ബ്രെഡ് ടോസ്റ്റർ അതൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വെറുതെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. നമ്മളിവിടെ ഇപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്രെഡ് ടോസ്റ്ററിൽ വെച്ചിട്ട് ആക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഈ ഒരു എണ്ണ പോലും നമുക്ക് അകത്തേക്ക് പോകില്ല. ഈ എഗ്ഗിലും ഡിപ്പ് ചെയ്യേണ്ട, പെട്ടെന്ന് പരിപാടി കഴിയും, നല്ല രസമുണ്ടാകും കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഉപ്മാവും കൂടെ ഉണ്ടാക്കിയിട്ട് എടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടെ ഇപ്പുറത്ത് നടക്കുന്നുണ്ടേ. അതിലേക്കുള്ള ഉള്ളി തക്കാളി അതൊക്കെ റഫീഖ കട്ടാക്കി തന്നു കേട്ടോ. അപ്പം ഞാനിവിടെ നിന്ന് പിന്നെ വേഗം ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ റവ പോലത്തെ ചെറിയ തരിയുള്ള ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ, സിമ്മിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ വിസിലടിക്കുമ്പോൾ തന്നെ ചില സമയം ഇങ്ങനെ അതിങ്ങനെ ചെറിയ തരി ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുക്കർ വിസിൽ വരാതെ ഇങ്ങനെ ഒരു ഷീന്ന് പറഞ്ഞ് കിടക്കും. അപ്പോൾ നമ്മൾ ആ വിസിലിൻ്റെ അവിടെ അധിക സമയം ആവരുത്, വിസിലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിസിലങ്ങ് വന്നോളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ വിസിൽ വരുന്നതും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിലേ നമ്മളെ ഉപ്മാവിൻ്റെ അടി കരിഞ്ഞു പോകും കേട്ടോ. അത് ഈ ഒരു റവ പോലത്തെ തരിയുള്ള ഉപ്മാവിന് മാത്രമായിട്ടാണ് വരുന്നത്, അതായത് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവിന്. മുറിച്ചു ഇതിന് മുകളിൽ
അമർത്തണം. തണുത്താ ശരിയാവും, പക്ഷെ ചൂടോടെ അമർത്തണം. ഇപ്പൊ തന്നെ 9 അറിയില്ല, അത് നോക്കുള്ളതന്നെ. 1 2 3 4 കറക്റ്റ് വെക്കും. നീ എത്ര മക്കള്? അത്ര തന്നെയാ. ഈ 3 ഉള്ളൂ. 3 6 ഇത് 6. മൊത്തത്തിൽ ഉണ്ടാക്കി അതന്നെ. നിങ്ങൾ എത്ര ഈ 15 2 കൂടി 18 ആയി. അപ്പൊ ഇതിപ്പോ 12 ആയി അല്ലേ? അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്നാക്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഉപ്പുമാവും റെഡിയായിട്ടോ. അത് വിസിലൊക്കെ അടിച്ച് ഞാനവിടെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് കറിയുമൊക്കെ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറഞ്ഞ സമയം കൊണ്ട് നമുക്കെല്ലാം ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഞാൻ പഴം ഉണ്ടായിരുന്നു കേട്ടോ, നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാട്ടോ ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ കൂടെ നല്ലതാണ്, നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഇപ്പോൾ റഫീഖ കൊണ്ടുപോകാനും അതിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതാ പഴം പുഴുങ്ങിയെടുത്തു. അപ്പോൾ അത് കാസറോള് നമ്മൾ ചായ കുടിക്കാനാകുമ്പോഴത്തേക്കും തണുത്ത് കൊണ്ടാന്ന് വിചാരിച്ചിട്ട് കാസറോള് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ എയറെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പണാക്കി നോക്കട്ടെ. ഞാൻ പിന്നെ എൻ്റെ രാവിലത്തെ പണികളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹറിബറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാനത് ഫുഡിലോ അങ്ങനെ പണിയിലോ എന്തെങ്കിലുമൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഡേ ഒന്ന് ഈസി ആക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്ത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന പണികൾ വേറെ, അങ്ങനെ എക്സ്ട്രാ പണികൾ വേറെ, എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അത് വേറെ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര സ്ട്രെസ്സാവില്ലേ. അപ്പം അതിലേക്ക് പോവാതെ ഏതെങ്കിലും ഒരു പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് എളുപ്പമായി ഫുഡാണെങ്കിലും ഫുഡാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അറിയുന്ന രീതിയിൽ അതങ്ങോട്ട് നമുക്ക് ലഘുവായിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടങ്ങ് എൻ്റെ സ്ട്രെസ്സ് ഞാൻ കുറച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ഭ്രാന്ത് പിടിക്കലില്ലേ ഇടയ്ക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി റഫീഖാൻ്റെ ലഞ്ച് ബോക്സിലൊന്ന് ഫില്ലാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ആൾ നല്ല ഫുഡ് കുറവാണ് കേട്ടോ. ഫുഡ് കൺട്രോൾ ചെയ്യാനാണ് പറയുക. കാരണം വീട്ടിൽ ഉള്ള ദിവസം കഴിച്ചു പോവും, നമ്മളെന്തെങ്കിലുമൊക്കെ ആക്കുകയും പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കഴിക്കൂലേ. ഇതാകുമ്പോൾ ഈ കൊണ്ടുപോയതല്ലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ടാൽ മതി പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും 1-2 കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അത് തിരിച്ച് വന്നാൽ നല്ല കേക്കലും ഉണ്ട് എനിക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ പോകുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കണ്ണൂർ. അവിടെ നിന്നൊരു മുട്ടയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മളൊന്നല്ല, ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി, ഭയങ്കര സോഫ്റ്റ് ഉണ്ടായിട്ടാ. നല്ല നമ്മൾ കഴിക്കുമ്പോഴും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കണം അവരോട്, കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ റഫീഖ ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് അങ്ങ് കഴിക്കും കേട്ടോ, ഞാനും വാവയും കൂടെ. കാരണം പിന്നെ അതിനൊരു ടൈം കാണണ്ടല്ലോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഫോണിൽ കമൻറ്റിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മളെ എന്താ പറയുക മുൻപിൽ ബെല്ലടിച്ച നമ്മുടെ മുന്നിൽ നിഷാൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള നാസർക്കുണ്ട്, അവർ പുതിയ വീട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായതാണ് കേട്ടോ ഇത് ബട്ടർ ഫ്രൂട്ട്. അപ്പോൾ അത് അവർ ആദ്യമായിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ അത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതാണ് ബെല്ലടിച്ചത്. പഴുത്തിട്ടില്ല, പക്ഷെ നല്ല മൂത്തതാണ് കേട്ടോ, നല്ല വലിയ സൈസ്. അതുപോലെ തന്നെ നമ്മളെ മാളത്താത്താൻ്റെ വീട്ടിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് അവിടെയും ബട്ടർ ഫ്രൂട്ട് ഉണ്ടായിട്ട് അവരും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ സൈസ്. ഇത് ഈ ഒരു ഷേപ്പല്ലേ, കുറച്ച് നീളത്തിലുള്ള, അത് കുറച്ച് റൗണ്ട് ഇങ്ങനെ ബോൾ പോലെ. മാഷാ അല്ലാ അടിപൊളി. അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല 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 ക്രീമി ആയിട്ട്. ഇത് ഈ ഈത്തപ്പഴത്തിൻ്റെ ഇല്ലേ, ഈ ഒരു റോ ടേസ്റ്റുള്ള ഇത് നമ്മൾ ഇന്നലെ നെസ്റ്റോ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തതൊക്കെ ഇങ്ങനെ കടിച്ച് പറിച്ച് കഴിക്കാൻ. ഈ ജ്യൂസ് അങ്ങനത്തതൊക്കെക്കാളും എനിക്കിഷ്ടം മാങ്ങയൊക്കെ വെറുതെ കഴിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തതൊക്കെ ഇടക്കിടക്ക് കഴിക്കാൻ. ചോറും അങ്ങനത്തെ സംഭവമാണ് കേട്ടോ, ഞാൻ അളവ് കൊടുക്കുക. പക്ഷെ ഇങ്ങനത്തതൊക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ. അതിനൊക്കെ ഞാൻ സമയം കണ്ടിട്ട് എത്ര ജലദോഷമാണെങ്കിലും എത്ര എന്താ പറയുക സൗണ്ടിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും തണുപ്പൊക്കെ വരുമ്പോൾ ഉണ്ടെങ്കിലും ഞാൻ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല കേട്ടോ. ഇത്
അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഞാനങ്ങനെ കഴിച്ച് തീർത്തോളും. എനിക്ക് ആ ഫ്രൂട്ട്സിൻ്റെ പാത്രമല്ലേ അത് കാലിയായാലും ഒരു ശ്വാസം മുട്ടലാണ്. വെള്ളത്തിൻ്റെ പാത്രവും ഫ്രൂട്ട്സിൻ്റെ പാത്രവും അതിങ്ങനെ ഫില്ലായിരിക്കണം. അപ്പോൾ ഇനിയിപ്പം വേഗം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇടയിലൂടെയൊക്കെ ഞാൻ മുറ്റടിക്കൽ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യൂലേ, നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മുറ്റം ആദ്യം അങ്ങ് മുറ്റം അടിച്ചിട്ട് കയറട്ടെ. പിന്നെ നമ്മൾ അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കുറച്ച് അലക്കാനുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ തന്നെ വേഗം കിച്ചണിലേക്ക് വരേണ്ടത് കൊണ്ട് തന്നെ എനിക്ക് എക്സ്ട്രാ പണിയുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ കുളിയും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. എപ്പോഴും നമുക്ക് ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വേഗം പണികളൊക്കെ തീർത്തിട്ട് കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ആന്തൂറിയൊക്കെ മാഷാല്ലാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു വെയിലുള്ള സാധാരണ നമ്മൾ ഈ സമയത്തായിരുന്നു ഇങ്ങനെ പിരിച്ചു വെക്കലും കാര്യങ്ങളൊക്കെ മഴേൻ്റെ തൊട്ട് മുമ്പ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആ വെയിലിൻ്റെ സമയത്ത് ഇത് ഭയങ്കര മോശമായ സമയത്ത് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് അലക്കുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു മാസത്തോളം അവിടെ വെച്ചു. അവിടെ നിന്ന് ഇങ്ങനെ പിരിച്ചു വെക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് ആയപ്പോഴത്തേക്കും നന്നായിട്ട് പിടിച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സീസണിൽ നമുക്ക് ആന്തൂരത്തിൻ്റെ മുകളിൽ കളിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ മാഷാ അല്ലാ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല എന്ന്. ബെഡ് പോലും ക്ലീനാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാത്രം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇനിയിപ്പം ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുക, അതുപോലെ തന്നെ അകത്ത് ഒന്ന് ഒതുക്കിപ്പെറുക്കി, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് ഒതുക്കിപ്പെറുക്കാനൊക്കെ ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചതും. ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രാത്രിയിലൊക്കെ കളി കാണാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലിവിങ്ങിലൊക്കെ കൊണ്ടുവെക്കും കേട്ടോ. അപ്പോൾ വെള്ളം, കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. സ്നാക്സും കാര്യങ്ങളൊന്നും കഴിക്കില്ല, കാര്യം നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കും. എന്നും കാണും കേട്ടോ. ഏകദേശം എന്നും കളി കാണും. പിന്നെ അർജൻറ്റീനൻ്റെ അതുപോലെ തന്നെ ബ്രസീലിൻ്റെ പോർച്ചുഗലിൻ്റെ കളിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ആണ്. ബാക്കിയുള്ളതാണെങ്കിലും ഇങ്ങനെ അർദ്ധരാത്രി ഉള്ളതൊന്നും നമ്മൾ കാണൂല കേട്ടോ. പുലർച്ചെ ഇപ്പോൾ അർജൻറ്റീനൻ്റെ കളി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നല്ലാതെ ഭയങ്കര രാത്രിയിലുള്ള അങ്ങനത്തെ ഒന്നും രണ്ടാളും കാണില്ല, റഫീഖയും കാണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ അത് കല്ലിൽ അലക്കാനുള്ളതാട്ടോ. അപ്പോൾ അത് കല്ലിൽ അലക്കട്ടെ. എന്നിട്ട് ഞാൻ തലയിലൊക്കെ ഒന്ന് എണ്ണ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുളിയും കൂടെ ഒന്ന് കഴിയട്ടെ കേട്ടോ. ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലഞ്ചും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. ഉച്ചക്കത്തേക്ക് ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാണ്ടിരുന്നത് സാധാ ഞാനൊരു മോര് കറി ഉണ്ടാക്കി. തേങ്ങ അരച്ചിട്ടില്ല, മോര് കാച്ചി എടുക്കാമെന്ന് അതുണ്ടാക്കി. പിന്നെ എന്തായിരുന്നു വഴുതന ഫ്രൈ ഉണ്ടാക്കി, ചീര ഉപ്പേരി. ഇതായിരുന്നു കേട്ടോ ലഞ്ച്. പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിട്ടില്ല, ലൈറ്റായിട്ട് വെജിറ്റബിൾസ് മാത്രമായിട്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കാട ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു 6 മണിയായപ്പോൾ റഫീക്ക വന്നു. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് മന്തി ഉണ്ടാക്കിയാലോ എന്നിട്ട്. ഒരു കൊതി വരുമല്ലോ ചില സമയത്ത്. അപ്പോൾ റഫീഖ പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കിക്കോന്ന്. ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ട് കേട്ടോ, ചിക്കൻ ആണെങ്കിൽ കൊണ്ടുവരണം. അങ്ങനെ പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റഫീഖാൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊരു പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ ബീഫൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചു, ഫ്രീസായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല സമയം വേണ്ടേ അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ പുറത്ത് വെച്ചു. ഒരു 6-6:30-7 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. പിന്നെ റഫീഖ ഇവിടെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അമ്പലേരി. അപ്പോൾ അതിൻ്റെ കബർ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് അവരെല്ലാവരും. അങ്ങോട്ട് വരാനുള്ളവരും റഫീഖയൊക്കെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈമുണ്ട്. 8:30-ക്കാണ് മറവ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും 9 മണി കഴിഞ്ഞിട്ട് റഫീഖ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ പിന്നെ 9:30 ആയിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ എനിക്ക് ടൈമുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബീഫൊക്കെ ഫ്രീസൊക്കെ മാറി റെഡി ആയിട്ട് വന്നത്. അങ്ങനെ പിന്നെ വേഗം അപ്പോഴത്തേക്കും ഞാൻ ഉള്ളി അങ്ങനത്തെ മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബീഫും വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ കാട ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കി വെച്ചത് കേട്ടോ. പിന്നെ അത് മസാലയൊക്കെ അവിടെ കിടന്ന് പിടിച്ചോട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ വേഗം ബീഫും അതുപോലെ തന്നെ മസാലയും വെന്ത് വന്നപ്പോൾ അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിൽ ചോറും കൂടെ വെക്കട്ടെ. കുക്കറിൽ ഒറ്റ തവണ വെച്ചാൽ മതിയാവും, കാര്യം 1 കിലോ മതിയിട്ടെ, രാത്രിയല്ലേ. പിന്നെ അത്ര പേരേ ഉള്ളൂ, കുറേ പേരൊന്നുമില്ല. 1 കിലോ റൈസ്, 1 കിലോ ബീഫുമാണ് കേട്ടോ ഞാൻ എടുത്തത്.
അപ്പം ഞാൻ കാട ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതാ നമ്മുടെ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ ഇട്ടിട്ടൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കുമില്ലേ, നമ്മൾ ഈ ഒരു തിരക്ക് പിടിച്ച ലൈഫിൽ നമുക്ക് സുഹൃത്തുക്കളായിട്ട് എന്താ പറയുക ഇരിക്കാനുള്ള കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ടൈമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഫാമിലി അങ്ങനെ ഫുള്ളായിട്ടുള്ള എല്ലാവരും ഒന്നും ഇല്ല, എന്നാലും ഉള്ളവർ അല്ലെങ്കിൽ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. നല്ല രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കാര്യങ്ങളും എല്ലാം തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മൂഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ഡൗൺ ആയിട്ടുള്ളൊരു ടൈം ഉണ്ടാവില്ലേ, അതിന് എന്താ പറയുക നമ്മളൊരു ദിവസം കൂടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാലില്ലേ നല്ല രസമാണ് കേട്ടോ. നമ്മൾ മൈൻഡൊക്കെ ഇങ്ങനെ ഫ്രഷ് ആവും. അങ്ങനെയാണ് കേട്ടോ പൊതുവെ. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് ആളുകൾ വേണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാമിലി കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ, പക്ഷെ അല്ലാതെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവർ കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോഴല്ലേ അതങ്ങ് ഇങ്ങനെ അലിഞ്ഞു പോവും. ശരിക്കും പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലും കൊണ്ട് ഉദ്ദേശിക്കുന്നതും. പിന്നെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഒരു ഫുഡ് നമുക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക, നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, അവർക്ക് കഴിക്കാൻ കൊടുക്കുക, അത് ആരായാലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിലും അത് നമുക്കിവിടെ രണ്ടാക്കും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നമ്മളെ വീട്ടിൽ ബർക്കത്ത് കൂടാൻ, ബർക്കത്ത് ഉണ്ടാവാൻ അത് നല്ലതാണ് കേട്ടോ. ഭയങ്കര നല്ലതാണ്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് നമുക്കതിൻ്റെ എന്താ പറയുക നമുക്ക് ലോട്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ മാത്രമുള്ള ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പഠിച്ചവൻ ഞങ്ങൾക്ക് കുറേ അധികം ഫ്രണ്ട്സിനെ തന്നിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ട്സായിട്ടും ഫാമിലി മൊത്തമുള്ള അങ്ങനത്തെ ഫ്രണ്ട്സായിട്ടും ഒക്കെ. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണുന്നത്. എപ്പോഴും നമുക്ക് ടൈമൊന്നും കിട്ടാറില്ല, പക്ഷേ ടൈം കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ കൂടാറുണ്ട്, സംസാരിക്കുക, പറ്റുന്ന സമയത്താണെങ്കിൽ ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ കാട ഫ്രൈ ചെയ്യലും ഇതാ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ട്രിപ്പും കൂടെ ഇടാനുണ്ട്. ഞാൻ കാട അവരോട് ഫുള്ളായിട്ട് തരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുറിച്ചിട്ടല്ലേ കിട്ടിയേ. പിന്നെ അങ്ങനെ ആക്കി. പിന്നെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ ഇങ്ങനെ ആക്കാൻ ഭയങ്കര ഇതിപ്പോൾ സ്പെഷ്യലൊന്നുമല്ല, പക്ഷേ ഒരു സ്വീറ്റൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയുണ്ട് കയ്യിൽ, പഴുത്ത മാങ്ങയുണ്ട്. അപ്പോൾ അത് മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു സ്വീറ്റ് ഉണ്ടാക്കുക. കുറച്ചല്ലേ കഴിക്കുള്ളൂ, അത്ര ആളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം ഞാൻ നോക്കിയ സമയത്ത് മിൽക്ക് മെയ്ഡ് ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് പറഞ്ഞ് കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല, ഞാനിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ വെറുതെ പറയാം. മാങ്ങ ഒന്ന് ജസ്റ്റ് പൾപ്പാക്കിയിട്ടെടുക്കുക, അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതാക്കാം, കുറച്ച് ചിയ സീഡ് അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അത് കുതിർത്തിയിട്ട് അതിട്ട് കൊടുക്കുക, കുറച്ച് നട്ട്സ് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വീറ്റ് റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ 1-2 ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം മതി കേട്ടോ. പഞ്ചസാര വേറെ ചേർത്ത് കൊടുക്കാണ്ടിരുന്നാൽ മതി. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് കിട്ടും. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ മതി നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിയും കൂടെ ഒന്ന് ദമ്മിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്താട്ടോ കുക്കറിൽ നെയ്ച്ചോറ് വെച്ചത്. അപ്പോൾ അതിട്ട് അതൊക്കെ ഒന്ന് ദമ്മ് കയറി നമ്മൾ ബിരിയാണി സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ, ഒരു പ്രത്യേക ഇഷ്ടമാണ്, അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ടാവില്ല അതിന്. അപ്പോൾ അങ്ങനെ അത് അവരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പാത്രങ്ങൾ എല്ലാം ഒന്ന് പാത്രത്തിലേക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. പിന്നെ ഫുഡ് വിളമ്പലും കാര്യങ്ങളും നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് ചെയ്യും കേട്ടോ. എല്ലാവരും കൂടെ വിളമ്പി എല്ലാവരും കൂടെ അങ്ങോട്ട് കൊണ്ടുവെക്കുകയാണ് ചെയ്യുക. അപ്പം അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ റഫിക്കും വന്നോളൂ, ഞാനിങ്ങനെ ഫുഡ് ആക്കി വെച്ചാൽ മതി കേട്ടോ. എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, എല്ലാവരും കൂടെ കൂടിയിട്ട് അതങ്ങ് ടേബിളിലേക്ക് എത്തിക്കോളും. പിന്നെ അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. കിടലൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, മാഷാ അല്ലാ അടിപൊളിയായിരുന്നു. നമുക്ക് നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. മറ്റേ വട്ടത്തിലുള്ള വെള്ളം എടുത്തിട്ടില്ല. പിന്നെ ഇവരിൽ ഞാൻ കണ്ട കുറച്ച് ക്വാളിറ്റി എന്ന് പറയാനുള്ളത്, ഇവർ ആണുങ്ങളില്ലേ, നിങ്ങളിപ്പോൾ കാണും വീഡിയോയിൽ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര കട്ടകളാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ അപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 4 പേരും ഭയങ്കരമാണ്. മാഷാ അല്ലാ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ദാ ഇനി നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കട്ടെ. വാവ ഫുഡ് കഴിച്ച് കിടന്നു കേട്ടോ. 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വാവ കിടക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.